വെൽക്കം ടു ദി സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ഇൻ്റർനെറ്റിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇൻ്റർനെറ്റ് എന്താണ്, നെറ്റ്വർക്ക് എന്താണ്, അതിൻ്റെ കാറ്റഗറൈസേഷൻ നമ്മൾ പഠിച്ചു, അതിൻ്റെ ആർക്കിടെക്ചർ എങ്ങനെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം, ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നെറ്റ്വർക്കുകളെ രണ്ട് രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് നെറ്റ്വർക്ക്. അപ്പം പബ്ലിക് എന്താണ്, പ്രൈവറ്റ് എന്താണ്, ആ പേരിൽ തന്നെ ഉണ്ട്. ആ നെറ്റ്വർക്കുകൾ എന്താണെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പബ്ലിക് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും എവ്രി വൺ ക്യാൻ ആക്സസ്, അതായത് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവില്ല, ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലായിരിക്കത്തില്ല, എവിടെ നിന്ന് വേണമെങ്കിലും എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നെറ്റ്വർക്കിനെയാണ്, അതായത് ഓപ്പൺ നെറ്റ്വർക്കിനെയാണ് എന്ന് നമ്മൾ പറയുക പബ്ലിക് നെറ്റ്വർക്ക് എന്ന് പറയാം. ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർനെറ്റ് ആണ് അല്ലേ. ഇൻ്റർനെറ്റിന് വേൾഡ് വൈഡ് സ്കോപ്പുള്ള നെറ്റ്വർക്കിൻ്റെ കളക്ഷൻ എന്നല്ലെങ്കിൽ ഇൻ്റർ കണക്റ്റഡ് നെറ്റ്വർക്ക് എന്നാണ് നമ്മൾ പറയുക. ആർക്ക് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഇൻ്റർനെറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി, നെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, റിയൽ ടൈം എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കഫേയിൽ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ, ഒരു എയർപോർട്ട്, ഇവിടെയൊക്കെ എന്തുണ്ട്, നമുക്ക് ഇൻ്റർനെറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. അതെന്ന് പറയുന്ന ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കില്ല. ഒരു പാസ്വേഡ് അടിക്കാണ്ട് തന്നെ നമുക്ക് നമ്മുടെ വൈഫൈ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ നെറ്റ്വർക്കിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി പ്രൈവറ്റ് നെറ്റ്വർക്കിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. അതായത് പബ്ലിക് നെറ്റ്വർക്ക് ഇൻ്റർനെറ്റും പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇൻട്രാനെറ്റും എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ അണ്ടറിലായിരിക്കും. അത് മാനേജ് ചെയ്യുന്നത് എപ്പോഴും ആ ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും നെറ്റ്വർക്കിൻ്റെ ആക്സസ് കിട്ടണമെന്നില്ല, അത് പ്രൊവൈഡ് ചെയ്യത്തില്ല. ഇപ്പം നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ, ഒരു സ്കൂള്, ഒരു നമ്മുടെ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ, അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സ്കൂൾ നെറ്റ്വർക്കിന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നെറ്റ്വർക്കിന് നമുക്ക് ആ ഒരു എൻ്റയർ പ്ലേസിൽ മാത്രമാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. വേറൊരാൾക്ക് അതിൻ്റെ ആക്സസ് കിട്ടത്തില്ല. ഇതാണ് നമുക്ക് എന്ന് പറയുന്നത് പ്രൈവറ്റ് നെറ്റ്വർക്കിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് ആ നെറ്റ്വർക്കിലുള്ള നെറ്റ്വർക്ക് അഡ്മിൻ എന്ന് പറയുന്നത് കുറേ റൂൾസും റെഗുലേഷൻസും അവിടെ അപ്ലൈ ചെയ്യും. അത് എപ്പോഴും ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അതായത് ആർക്ക് ആക്സസ് ചെയ്യണം, ആരാണ് ആക്സസ് ചെയ്യുന്നത്, എത്ര ലിമിറ്റിൽ ആക്സസ് ചെയ്യണം, ഇത്തരത്തിലുള്ള കുറേ റെസ്ട്രിക്ഷൻസും റൂൾസും ആ നെറ്റ്വർക്ക് അഡ്മിൻ അതിൻ്റെ അണ്ടറിൽ വെച്ചിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ എന്ന് പറയുന്നത് മേ ബി പ്രൈവറ്റും ആകാം പബ്ലിക്കും ആകാം. പബ്ലിക് എന്ന് പറഞ്ഞാൽ പാസ്വേഡ് ഇല്ല, ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഇപ്പോൾ ഒരു പേഴ്സൺ ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കുന്ന സമയത്ത് ഒരു പാസ്വേഡ് വെച്ചിട്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പം നമുക്ക് ആ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ആ പർട്ടിക്കുലർ പാസ്വേഡ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രൈവറ്റ് നെറ്റ്വർക്കിന് നമ്മൾ പറയുന്ന പേരെന്താണ്, ഇൻട്രാനെറ്റ് എന്നാണ്. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രൈവറ്റ് നെറ്റ്വർക്കിന് നമ്മൾ പറയുന്ന പേര് ഇൻട്രാനെറ്റ് എന്നാണ്. അതായത് വിത്തിൻ ദ നെറ്റ്വർക്ക്, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൻ്റെ ഉള്ളിലുള്ളതാണ് എപ്പോഴും എന്തായിരിക്കും ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് ഇൻഫർമേഷൻ ഷെയർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് സർവീസസ് ഒക്കെ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ ഉള്ളിലായിരിക്കും എപ്പോഴും റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും നമുക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് ഔട്ട്സൈഡേഴ്സിന് എന്തുണ്ടാവില്ല, അവിടെ ഒരു ആക്സസ് ഉണ്ടാവത്തില്ല. അതിനെയാണ് നമുക്ക് ഇൻട്രാനെറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ പബ്ലിക് നെറ്റ്വർക്കിനും പ്രൈവറ്റ് നെറ്റ്വർക്കിനും ഒരു ഡൊമൈൻ IP അഡ്രസ്സസ് ഉണ്ടാവും. പബ്ലിക് നെറ്റ്വർക്ക് ആണെങ്കിൽ അതിനെ പബ്ലിക് ഡൊമൈൻ IP അഡ്രസ്സ് എന്നും, പ്രൈവറ്റ് നെറ്റ്വർക്കിൽ അതിനെ പ്രൈവറ്റ് ഡൊമൈൻ IP അഡ്രസ്സസ് എന്നാണ് പറയുക. അതായത് ഓരോ സിസ്റ്റത്തിനും എന്തുണ്ടാവും, IP അഡ്രസ്സസുകൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. IP അഡ്രസ്സസ് എന്താ നമുക്കറിയാം, ഓരോ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് ഡിവൈസസിലെ ഇൻഡിവിജ്വലി യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു യുണീക്ക് അഡ്രസ്സ് ആയിരിക്കും ഈ IP അഡ്രസ്സസ് എന്ന് പറയുന്നത്. ഇനി പ്രൈവറ്റ് നെറ്റ്വർക്കിൽ നമുക്കൊരു NAT, ഒരു നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേറ്ററിൻ്റെ ഒരു റിക്വയർമെൻറ്റ് നമുക്ക് ആവശ്യമാണ്. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രൈവറ്റ് IP അഡ്രസ്സസിനെ പബ്ലിക് IP അഡ്രസ്സസിലേക്ക് കൺവേർട്ട് ചെയ്യും. എപ്പോഴാണ്, ബിഫോർ ഇറ്റ് ഗോയിങ് ടു ദി പബ്ലിക് നെറ്റ്വർക്ക്. അതായത്
പബ്ലിക് നെറ്റ്വർക്കിലേക്ക് പോകുന്നതിന് മുൻപേ ആയിട്ട് പ്രൈവറ്റ് IP അഡ്രസ്സസിനെ പബ്ലിക് IP അഡ്രസ്സസ് ആക്കി കൺവേർട്ട് ചെയ്യും. അതേപോലെ തന്നെ പ്രൈവറ്റ് നെറ്റ്വർക്കിലേക്ക് പോകുന്ന സമയത്ത് പബ്ലിക് IP അഡ്രസ്സസിനെ പ്രൈവറ്റ് ആയിട്ടും കൺവേർട്ട് ചെയ്യും. ഇതിനെയാണ് NAT നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ പ്രൈവറ്റ് ഡൊമൈൻ അഡ്രസ്സസ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ ഇൻട്രാനെറ്റിലെ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഒരു റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ പബ്ലിക് നെറ്റ്വർക്കിലെ പബ്ലിക് ഡൊമൈൻ IP അഡ്രസ്സസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സിസ്റ്റത്തിൽ മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ പബ്ലിക് നെറ്റ്വർക്ക് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ IP അഡ്രസ്സസിന് അല്ലെങ്കിൽ പബ്ലിക് IP അഡ്രസ്സസിനെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആയിരിക്കും. അതായത് ഇൻ്റർനെറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനി ഇൻഡിവിജ്വലായിട്ട് ബിസിനസ് പരമായിട്ട് ഇൻ്റർനെറ്റിനെ ആക്സസ് ചെയ്യാനുള്ള ഒരു നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുക, അതിനെയാണ് എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞ ISP ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. അപ്പം ഈ പബ്ലിക് നെറ്റ്വർക്കിന് അതിൻ്റെ IP ഡൊമൈൻ അഡ്രസ്സസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ആരായിരിക്കും, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആയിരിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഇൻ്റർനെറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, നമുക്ക് ഇൻ്റർനെറ്റ് എങ്ങനെയാണ് കിട്ടേണ്ടത്, ഏതൊക്കെ രീതിയിലൂടെ നമുക്ക് ഇൻ്റർനെറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കേണ്ട കാര്യമാണല്ലേ. അപ്പം 3 രീതിയിലാണ് ഇൻ്റർനെറ്റിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുക. ടെലിഫോൺ നെറ്റ്വർക്ക്, യൂസിങ് കേബിൾ നെറ്റ്വർക്ക് ആൻഡ് വയർലെസ് നെറ്റ്വർക്ക്. ഈ 3 രീതിയിലാണ് നമുക്ക് ഒരു ഇൻ്റർനെറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് ടെലിഫോൺ നെറ്റ്വർക്ക്. നമ്മളെല്ലാവരും ടെലിഫോൺ യൂസ് ചെയ്യുന്നവരാണ്. നമ്മുടെ പഴയ കാലങ്ങളിൽ നമ്മൾ എന്താ പറയുക, ലാൻഡ് ലൈനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്യുന്നു, ഡയൽ ചെയ്യുന്നു, കോള് പോകുന്നു, അതൊക്കെ ഓരോ ലൈനിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കേബിൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും അല്ലേ നടക്കുക. അതേപോലെ ഇപ്പം നമ്മൾ എന്താണ്, മൊബൈൽസ് ആണ് യൂസ് ചെയ്യുക. അപ്പം അതിനൊരു ലൈനിൻ്റെ ആവശ്യം, ഒരു കണക്ഷൻ്റെ ആവശ്യം, ഒരു വയേർഡ് സെറ്റപ്പിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പം ടെലിഫോൺ നെറ്റ്വർക്ക് എന്താണെന്ന് വെച്ചാൽ PSTN പബ്ലിക് സ്വിച്ച്ഡ് ടെലിഫോൺ നെറ്റ്വർക്കാണ് വോയിസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് എൻറ്റയർ വേൾഡിൽ നമുക്ക് വോയിസ് രീതിയിൽ നമ്മുടെ വോയിസ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കാണ് എന്ത്, PSTN പബ്ലിക് സ്വിച്ച് ടെലിഫോൺ നെറ്റ്വർക്ക്. അതായത് ഇപ്പം നമ്മൾക്ക് ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇൻസെപ്പറബിൾ പാർട്ട് അല്ലെങ്കിൽ ഒരു ഇൻ്റഗ്രൽ പാർട്ടായിട്ട് നമുക്ക് ആരെ പറയാൻ വേണ്ടി പറ്റും, ഈ PSTN പറയാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ വേർഡിൽ യൂസ് ചെയ്ത വെരി ഫസ്റ്റ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, ടെലിഫോൺ ലൈൻ യൂസ് ചെയ്തിട്ടുള്ള വെരി ഫസ്റ്റ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഡയൽ അപ്പ് സെറ്റപ്പിലൂടെ ആയിരിക്കും. അതായത് നമ്മൾ നമ്പർ ഡയൽ ചെയ്യുക, അതായത് ഡയൽ പാഡിൽ നമ്പർ ഡയൽ ചെയ്യുന്നു, കോൾ ചെയ്യുന്നു, സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ഇൻഫർമേഷൻ എത്തുന്നു, ആ സ്പോട്ടിൽ തന്നെ വിത്തിൻ എ സെക്കൻഡ് നമുക്ക് എന്ത് ചെയ്യുന്നു, വോയിസ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടത്താൻ വേണ്ടി പറ്റുന്നു. അപ്പം ഈ ഡയലപ്പ് സെറ്റപ്പാണ് ഫസ്റ്റ് ടെലിഫോൺ ലൈൻ യൂസ് ചെയ്തിട്ടുള്ള വോയിസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടെലിഫോണിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിന് എൻഹാൻസ്ഡ് വേർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡെഡിക്കേറ്റഡ് ലൈൻസ്. ഓക്കെ, അപ്പോൾ ഡയലപ്പ് സെറ്റപ്പ് അതിൻ്റെ എൻഹാൻസ്ഡ് വേർഷനാണ് നമ്മുടെ ഡെഡിക്കേറ്റഡ് ലൈൻസ്. ഇനി ഈ ഡയലപ്പ് ലൈൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഡയലപ്പ് സെറ്റപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ഡയലപ്പ് സെറ്റപ്പിൽ വഴിയായിട്ട് നമുക്ക് എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻ ഷെയർ, അതായത് ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യണമെങ്കിൽ, ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, സെൻഡർ സൈഡിലും റിസീവർ സൈഡിലും ഒരു മോഡം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അതായത് മോഡം എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടെ ഒരു വോയിസ് കോൾ അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്മിഷൻ, വോയിസ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ ഈ ഡയലപ്പ് ലൈൻസിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കണക്ഷനും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ലൈൻ യൂസ് ചെയ്ത് നടത്തുന്ന വോയിസ് കോൾ എന്ന് പറയുന്നത് സെയിം പ്രൊസീജിയറിലായിരിക്കും നടക്കുക. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവൈലബിലിറ്റി, അതേപോലെ കോസ്റ്റ്, ഇതൊക്കെ ലോ ആയിരിക്കും. അവൈലബിലിറ്റി, കോസ്റ്റും ലോ ആയിരിക്കും. അതേപോലെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ട്രാൻസ്മിഷൻ സ്പീഡ് എന്ന് പറയുന്ന ഡയലപ്പ് ലൈൻസിന് എപ്പോഴും ഒരു റേഞ്ചിലുണ്ടാവും, ഒരു പരിധി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും ലോ ആയിരിക്കും. അപ്പം വോയിസ് കമ്മ്യൂണിക്കേഷന് ഇപ്പം ആരും ഈ ഡയലപ്പ് ലൈൻസ് യൂസ് ചെയ്യുന്നില്ല. അതായത് ടെലിഫോൺ ആൻഡ് വോയിസ് കമ്മ്യൂണിക്കേഷന് ഫോൺ ലൈൻസുകൾ അല്ലെങ്കിൽ ഈ കേബിൾസ് യൂസ് ചെയ്യുക എന്നുള്ളത് കുറച്ച് എന്താ പറയുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അധികം ആരും യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഓരോ കണക്ഷനും, ഓരോ വോയിസ് കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ ഓരോ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോഴും ഈ കണക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഫസ്റ്റ് ഒരു കോൾ കഴിഞ്ഞു, അപ്പോൾ ഒരു കണക്ഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു, എൻഡായി. ഇനി അടുത്ത ഒരു വോയിസ് കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം,
വീണ്ടും നമ്മൾ ആ കണക്ഷൻ റീ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി റൗട്ട് ബിസി, അതായത് ഒരു കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വേറൊരു കമ്മ്യൂണിക്കേഷനോ അതിൻ്റെ ഇടയിൽ ആ കമ്മ്യൂണിക്കേറ്റിംഗ് എൻ്റെ ഡിവൈസസിൻ്റെ ഇടയിൽ അവിടെ നടത്താൻ വേണ്ടി നമുക്ക് പറ്റത്തില്ല. അറ്റ് എ ടൈമിൽ ഒറ്റ കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരു കണക്ഷൻ മാത്രമാണ് നമുക്ക് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് റൗട്ട് ബിസി ഉണ്ടാവും. അത് ഒരു വേറെ ഡിസഡ്വാൻറ്റേജ്. ഇനി ഡയലപ്പ് ലൈൻസ് അല്ലാണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഡെഡിക്കേറ്റഡ് ലൈൻസ്. ഈ ഡെഡിക്കേറ്റഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതർ എൻഡിൽ, രണ്ട് എൻഡിൻ്റെ ഇടയിലാണ് ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ നടക്കാറില്ലേ. അപ്പോൾ അതർ എൻഡിൽ നമുക്ക് എന്ത് ചെയ്യണ്ട, ഒരു ഡയലിൻ്റെ ആവശ്യം നമുക്ക് ഇല്ല. ഒരു ഡയലപ്പ് ഒരു സെറ്റപ്പ് വരുന്നില്ല അതർ എൻഡിൽ, അതൊരിക്കലും ആവശ്യമായിട്ട് വരുന്നില്ല. അതായത് വോയിസ് കണക്ഷനേക്കാളും സെപ്പറേറ്റ്, ഇതിന് ഓൾവേസ് നമ്മൾ എന്ത് പറയും, ഓൺ ടൈപ്പ് ഓഫ് കണക്ഷൻ എന്ന് പറയും. അതായത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒരു കണക്ഷൻ റീ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട കാര്യമില്ല. ഡയലപ്പ് ലൈൻസിൽ എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞാൽ ഒരു ട്രാൻസ്മിഷൻ നടന്നാൽ വീണ്ടും ഒരു കണക്ഷൻ എന്ത് ചെയ്യണം, റീ എസ്റ്റാബ്ലിഷ് ചെയ്യണം. പക്ഷേ ഡെഡിക്കേറ്റഡ് ലൈൻസിനെ സംബന്ധിച്ച് എപ്പോഴും ഒരു റീ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ റീ കണക്ഷൻ്റെ ആവശ്യമില്ല. ഒറ്റ ടൈം സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻറ്റയർ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഹൈ ക്വാളിറ്റി ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ കണക്ഷൻ ആയിരിക്കും ഈ ഡെഡിക്കേറ്റഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുക. ഡയലപ്പിനെ വെച്ച് നോക്കുമ്പോൾ ഡെഡിക്കേറ്റഡ് ലൈൻസ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി കണക്ഷൻ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ലൈൻസിനെ രണ്ട് രീതിയിൽ 2 ടൈപ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, അനലോഗ് ആൻഡ് ഡിജിറ്റൽ ലൈൻസ്. അതിൽ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നതിന് ബേസ് ചെയ്തിട്ടാണ് ഡിജിറ്റലായിട്ടും അനലോഗായിട്ടും, അതായത് ഏത് ഫോമിലാണ് നടക്കുക അതിനെ ബേസ് ചെയ്തിട്ട് ഡിജിറ്റലായിട്ടും അനലോഗായിട്ടും നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രസൻറ്റ് സിനാരിയോയിൽ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ ട്രാൻസ്മിഷനിൽ ഡിജിറ്റൽ ലൈൻസ് ആയിരിക്കും യൂസ് ചെയ്യുക. അതായത് എൻഡ് യൂസേഴ്സിന് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസൻറ്റ് സിനാരിയോയിൽ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ ലൈൻസ് ആയിരിക്കും. അതേപോലെ തന്നെ ഡിജിറ്റൽ ഡെഡിക്കേറ്റഡ് ലൈൻസിലൂടെയുള്ള ഡാറ്റ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അനലോഗിനെ വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും, മച്ച് ഫാസ്റ്റർ ആയിരിക്കും. ഇനി ഈ ഡിജിറ്റൽ ഡെഡിക്കേറ്റഡ് ലൈൻസിന് നമ്മൾ രണ്ടെണ്ണമായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ISDN ലൈൻസ് ആൻഡ് DSL. ISDN മീൻസ് ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ISDN എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ ഫോർമാറ്റിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് ഡാറ്റ മീൻസ് നമ്മുടെ വീഡിയോ, ഓഡിയോ ഇതുപോലെയുള്ള ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ISDN എന്ന് പറയുന്നത്. അതായത് ഡയലപ്പ് ലൈൻസിന് വെച്ച് നോക്കുമ്പോൾ ISDNലൂടെയുള്ള ഡിജിറ്റൽ ഫോമിലുള്ള ഡാറ്റ എന്ന് പറയുന്നത് മച്ച് ഫാസ്റ്റർ ആയിരിക്കും. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ടെലിഫോൺ ലൈൻസ് ആയിരിക്കും എന്ത് ചെയ്യുക, ഇതിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പോപ്പുലർ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് സ്റ്റാൻഡേർഡ് ടെലിഫോൺ ലൈൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും ISDNൽ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുക. ഇനി കമ്മ്യൂണിക്കേറ്റിംഗ് എൻഡ്സിൽ, അതായത് രണ്ട് കമ്മ്യൂണിക്കേറ്റിംഗ് എൻഡ്സിൽ എന്ത് ചെയ്യണം, ഒരു ISDN മോഡത്തിനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ റിക്വയർമെൻറ്റ് രണ്ട് എൻഡ്സിലുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കത്തുള്ളൂ. പിന്നെ നമ്മൾ ഈ ISDN യൂസ് ചെയ്യുന്നത് അർബൻ ഏരിയാസിലായിരിക്കും. അതായത് നമ്മൾ റൂറൽ ഏരിയാസിൽ അതേപോലെ സിറ്റീസിലൊന്നും നമുക്ക് ഈ ISDN ഫോർമാറ്റ് അല്ലെങ്കിൽ ISDN ടെലികമ്മ്യൂണിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അർബൻ ഏരിയാസിലൊക്കെയാണ് ISDN ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഡാറ്റ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് 64 kbps ISDNലൂടെ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുക. പിന്നെ ഡയലപ്പ് ലൈൻസിൽ നമ്മൾ പറഞ്ഞു സെയിം ലൈനിൽ കൂടെ ആയിരിക്കും എന്ത് ചെയ്യുക, ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുക, ഒറ്റ ലൈൻ മതി. പക്ഷേ നമ്മുടെ ISDNൽ സെപ്പറേറ്റഡ് ലൈൻ വഴിയായിട്ടുള്ള ഡാറ്റ ട്രാൻസ്മിഷൻ ആയിരിക്കും നടക്കുക. ഇനി നെക്സ്റ്റ് ആണ് DSL. ISDN എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ വേറെ വരുന്ന ഒരു ഡെഡിക്കേറ്റഡ് ലൈൻസ് ആണ് നമ്മുടെ DSL, ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ എന്ന് പറയുന്നത്. ഡിജിറ്റൽ സബ്സ്ക്രൈബ് ലൈൻ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെലിഫോൺ ലൈൻ യൂസ് ചെയ്തുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമുക്ക് യൂസറിന് ടെലിഫോണായിട്ടും അതേപോലെ കമ്പ്യൂട്ടർ വഴിയായിട്ടും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ സെയിം ലൈൻ യൂസ് ചെയ്തുകൊണ്ട് സെയിം ടൈം നമുക്ക് പറ്റും. അറ്റ് സെയിം ടൈം സെയിം ലൈൻ യൂസ് ചെയ്തുകൊണ്ട് യൂസറിന് ടെലിഫോൺ കമ്മ്യൂണിക്കേഷനും അതേപോലെ ഡാറ്റ കമ്മ്യൂണിക്കേഷനും കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടി അവിടെ പറ്റും. അതായത് എൻഡ് ഓഫ് ദ ലൈൻ, ആ ലൈനിൻ്റെ എൻഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക, DSL മോഡം കണക്ട് ചെയ്ത് വെച്ചിരിക്കുക.
അപ്പോൾ അതുവഴിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിനെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് രണ്ട് കമ്മ്യൂണിക്കേറ്റിംഗ് എൻഡിൽ ഒരു DSL മോഡത്തിൻ്റെ ആവശ്യമില്ല. ആ ലൈനിൻ്റെ അറ്റ് ദ എൻഡിൽ മാത്രമാണ് നമ്മൾ DSL മോഡം ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പം DSLൻ്റെ ഒരു വേറെ ഫോമാറ്റാണ് അസിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ, ADSL എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഈ അസിമെട്രിക് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈനാണ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ എന്ന് പറയുന്നത്. കണക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. ഈ ADSL യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് അതിൻ്റെ അപ് സ്ട്രീമിനേക്കാളും എപ്പോഴും ഹയർ ആയിരിക്കും. അതായത് ഡൗൺലോഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നതിൽ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു അപ്ലോഡ് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും ഹയർ ആയി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ADSL ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോസ്റ്റ് പോപ്പുലറായിട്ട് പ്രസൻറ്റ് സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറൊരു രീതിയാണ് കേബിൾ നെറ്റ്വർക്ക്. നമ്മളിപ്പോൾ ടെലിവിഷൻസ് യൂസ് ചെയ്യുന്നവരാണ്. ടെലിവിഷൻസിൽ കണക്ഷൻ നടത്തുന്നത് കേബിൾ നെറ്റ്വർക്കുകൾ യൂസ് ചെയ്തിട്ടാണല്ലേ. അതായത് ഒരു കേബിൾ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ കേബിൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അവിടെ ഇൻ്റർനെറ്റ് ആക്സസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കുകയാണെങ്കിലും അത് കേബിൾ നെറ്റ്വർക്കിൻ്റെ ഹെൽപ്പോടുകൂടിയായിരിക്കും നമ്മൾ ചെയ്യുക. ഈ കേബിൾ നെറ്റ്വർക്ക്, ഈ കണക്ഷൻ കൊടുക്കുന്ന നെറ്റ്വർക്ക് അല്ലെങ്കിൽ കേബിൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കൊയാക്സിയൽ കേബിൾ ആയിരിക്കും യൂസ് ചെയ്യുക. നമ്മൾ ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾസ് യൂസ് ചെയ്യുന്നുണ്ട് വയേർഡ് കണക്ഷന് വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾ കേബിൾ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന വയർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് കണക്ഷൻ എന്ന് പറയുന്നത് കേബിൾ നെറ്റ്വർക്ക് അല്ലെങ്കിൽ കൊയാക്സിയൽ കേബിൾ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അതിൻ്റെ ഇൻ്റർനെറ്റ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു 1 GB/s ആയിരിക്കും. അതായത് ഡയലപ്പിനെ DSL കണക്ഷൻ അപേക്ഷിച്ച് എപ്പോഴും കേബിൾ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് മച്ച് ഫാസ്റ്റർ ആയിരിക്കും. ഓക്കെ, അതായത് കേബിൾ മോഡേൺ ഡിവൈസസ് ആയിരിക്കും കേബിൾ നെറ്റ്വർക്കിലെ ഇൻ്റർനെറ്റ് ആക്സസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. മോഡംസ് യൂസ് ചെയ്തിട്ട് കൊയാക്സിയൽ കേബിൾ സെറ്റപ്പിലായിരിക്കും നമ്മൾ കേബിൾ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഈ കേബിൾ ഇൻ്റർനെറ്റ് ആക്സസിൻ്റെ അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്. അപ്പോൾ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ യൂസ് ചെയ്യാൻ വളരെ കൺവീനിയൻ്റ് ആണ്. അതേപോലെ ഇൻസ്റ്റാൾ ചെയ്യാനും വളരെ ഈസി ആയിരിക്കും. പിന്നെ ടെലിഫോൺ ലൈൻസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ടെലിഫോൺ ലൈൻസിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ കേബിൾ നെറ്റ്വർക്ക് കൊയാക്സിയൽ കേബിൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ കണക്ഷൻ സെറ്റപ്പ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡയലപ്പ് കണക്ഷനും നമ്മുടെ DSL കണക്ഷനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. കാരണം വളരെയധികം കേബിൾസ്, കൊയാക്സിയൽ കേബിൾസ് നമുക്ക് ആവശ്യമായിട്ട് വരും, മോഡേൺ സെറ്റപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ നോക്കുമ്പോൾ DSLനെയും ഡയലപ്പിനെയും വെച്ച് നോക്കുമ്പോൾ മച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ സെക്യൂരിറ്റി നോക്കുമ്പോൾ നമ്മൾ DSLനെയും ഡയലപ്പിനെ വെച്ച് നോക്കുമ്പോൾ സെക്യൂരിറ്റി വളരെ കുറവായിരിക്കും. അതായത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരാൻ, ഫോൾട്ട് സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ എല്ലാ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്സിലും ഈ സർവീസസ് എന്ന് പറയുന്നത് അവൈലബിൾ ആയിട്ട് വരത്തില്ല. ഇതൊക്കെയാണ് അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കാണ് വയർലെസ് നെറ്റ്വർക്ക്. വയർലെസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതായത് ഒരു വയേർഡ് നെറ്റ്വർക്കിൻ്റെ ഒരു എക്സ്ട്രാ കണക്ഷൻ്റെ ആവശ്യം അവിടെ വയർലെസ് നെറ്റ്വർക്കിൽ വരുന്നില്ല. അതായത് ഒരു മോഡം അല്ലെങ്കിൽ ഒരു റൗട്ടർ ഒന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട, എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട, ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ഈ വയർലെസ് ടെക്നോളജീസ് എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യുന്ന ഇൻഫ്രാറെഡ്, അതേപോലെ തന്നെ ബ്ലൂടൂത്ത്, വൈഫൈ. ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ ഒരു ടെലിവിഷൻ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിമോട്ട്, ഈ റിമോട്ട് കൺട്രോളിങ് എവിടെ നടക്കുന്നത് എങ്ങനെയാണ്, ത്രൂ ദി ഇൻഫ്രാറെഡ് വഴിയായിട്ടാണ് നമുക്ക് നടക്കുക. അതേപോലെ തന്നെ ബ്ലൂടൂത്ത്, നമ്മളിപ്പം 2 പേഴ്സൺസ് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന 2 പേഴ്സൺസ്, അതായത് ഡിസ്റ്റൻസ് വളരെ കുറവായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഫയൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും മീഡിയ ഫയൽസ് ഷെയർ ചെയ്യണമെങ്കിൽ നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യും. ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ആ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് മച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നമ്മുടെ വൈഫൈ, മോസ്റ്റ് പോപ്പുലർ ആയിട്ട് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കാണ് വൈഫൈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് വൈഫൈ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ വയർലെസ് നെറ്റ്വർക്കിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് ബ്ലൂടൂത്ത്, ഇൻഫ്രാറെഡ്, അതേപോലെ തന്നെ നമ്മുടെ വൈഫൈ. ഇനി ഈ കണക്ഷൻ സ്പീഡ് എന്ന് പറയുന്നത്, അതായത് ഈ വൈഫൈ യൂസ് ചെയ്തിട്ടുള്ള കണക്ഷൻ സ്പീഡ് എന്ന് പറയുന്നത് മച്ച് ഫാസ്റ്റർ ആയിരിക്കും. അതായത് 1544 kbps ആയിരിക്കും ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പം വളരെ ഫാസ്റ്റായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക്, ഈ വൈഫൈ നെറ്റ്വർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും.
ഓക്കെ, ഇനി നമ്മൾ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്ന എങ്ങനെയൊക്കെ പഠിച്ചു. ഇനി പലതരത്തിലുള്ള സർവീസസുകൾ ഈ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് എന്തൊക്കെ സർവീസുകളെന്ന് വെച്ചാൽ 4 രീതിയിലാണ് ഇന്റർനെറ്റ് സർവീസസുകളെ നമുക്ക് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു സിമ്പിൾ വേയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. 4 സർവീസസിൽ ഫസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ സർവീസസ്, ഇൻഫർമേഷൻ റിട്രീവൽ സർവീസസ്, വെബ് സർവീസസ് ആൻഡ് ലാസ്റ്റ് വൺ വേൾഡ് വൈഡ് വെബ്. അപ്പോൾ ഈ ഇന്റർനെറ്റ് സർവീസസ് എന്താണെന്ന് വെച്ചാൽ യൂസേഴ്സിനെ പലതരത്തിലുള്ള പ്രോഗ്രാംസ് ചെയ്യാൻ അലൗ ചെയ്യുക. അതായത് ഇന്റർനെറ്റിൽ യൂസ് ചെയ്തുകൊണ്ട് ഇന്റർനെറ്റ് വഴിയായിട്ട് പലതരത്തിലുള്ള പ്രോഗ്രാംസ് യൂസേഴ്സിന് ചെയ്യുക. അതായത് ഇപ്പം എന്തൊക്കെ സർവീസ് എന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓൺലൈൻ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഇമെയിൽസ് സെൻഡ് ചെയ്യുന്നവരാണ്, റിസീവ് ചെയ്യുന്നവരാണ് പലതരത്തിലുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമുക്ക് വേറെ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമുക്കൊരു വെബ് ബ്രൗസ് ചെയ്യാൻ പറ്റും, നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ബ്രൗസ് ചെയ്ത് കണ്ടുപിടിക്കുക. ഇതൊക്കെയാണ് എന്ത് പറയുക, ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസുകൾ എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് വൺ ആണ് നമുക്ക് നോക്കാം, കമ്മ്യൂണിക്കേഷൻ സർവീസസ്. കമ്മ്യൂണിക്കേഷൻ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റർനെറ്റ് വഴിയായിട്ട് അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫർമേഷനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് എന്താ പറയുക, കമ്മ്യൂണിക്കേഷൻ സർവീസസ്. കമ്മ്യൂണിക്കേഷൻ സർവീസസ് ആർ യൂസ്ഡ് ടു എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ ഓവർ ദി ഇന്റർനെറ്റ് വർക്ക്. അപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള സർവീസസ് അല്ലെങ്കിൽ വേ ആണ് ഇലക്ട്രോണിക് മെയിൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇലക്ട്രോണിക് മെയിൽ സർവീസസ് നമ്മൾ ഇൻഫർമേഷൻ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത്, മെസ്സേജ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഇലക്ട്രോണിക് മെസ്സേജിൻ്റെ ഫോർമാറ്റിലാണ്. ഇപ്പം നമ്മൾ ഇൻഫർമേഷൻ അല്ലെങ്കിൽ സാധാ ജിമെയിൽ അയക്കുമ്പോൾ നമ്മൾ മെസ്സേജ് ഫോർമാറ്റിൽ അയക്കും. ഇപ്പം നമ്മളൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളൊരു ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെസ്സേജ് ടെക്സ്റ്റ് ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മുടെ സൈറ്റിൽ ഇൻഫർമേഷൻ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള റെസ്പോൺസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതർ കമ്മ്യൂണിക്കേഷൻ സർവീസസ് ആണ് ടെൽനെറ്റ്. അതായത് ഒരു 2 റിമോട്ട് സിസ്റ്റത്തിൻ്റെ ഇടയിൽ ഇൻഫർമേഷനെ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ടെൽനെറ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഇന്റർനെറ്റ് റിലേ ചാറ്റ്, IRC. അതായത് റിയൽ ടൈമിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് IRC. ഇനി വേറൊരു ഫോമാണ് ഇന്റർനെറ്റ് ടെലിഫോണി, അതായത് വോയിസ് ഓവർ IP, ഓൾസോ നോൺ ആസ് VoIP. അതായത് ഒരു കോള് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻഫർമേഷനെ 2 കമ്പ്യൂട്ടിംഗ് ഡിവൈസസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ യൂസേഴ്സിൻ്റെ ഇടയിൽ ഒരു കോള് വഴിയായിട്ടുള്ള ഇൻഫർമേഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും ഓവർ ദി ഇന്റർനെറ്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇന്റർനെറ്റ് ടെലിഫോണി എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്കൊരു വേറെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗൂഗിൾ ടോക്ക് അല്ലെങ്കിൽ യാഹൂ മെസ്സഞ്ചർ ഒക്കെ യൂസ് ചെയ്യില്ല. ഇപ്പം നമുക്ക് ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അവിടെ ഒരു വോയിസ് റെക്കോർഡർ ഉണ്ട്. അപ്പോൾ ഗൂഗിൾ ടോക്ക് വഴിയായിട്ട് നമുക്ക് ഇൻഫർമേഷൻ എത്തിച്ചിട്ട് അതിൻ്റെ റെസ്പോൺസ് നമുക്ക് ഗെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇൻസ്റ്റന്റ് മെസ്സേജിങ് എന്ന് പറയുന്നത്, അതായത് IM. അതായത് യൂസേഴ്സിൻ്റെ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ ഇടയിലുള്ള ഒരു റിയൽ ടൈം ചാറ്റ് സെറ്റപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഈ IM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ് ഇൻഫർമേഷൻ റിട്രീവൽ സർവീസസ്. ഇൻഫർമേഷൻ റിട്രീവൽ സർവീസസ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷനെ നമ്മൾ ഓവർ ദി ഇന്റർനെറ്റ് വഴിയായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ബ്രൗസ് ചെയ്യുന്നവരാണ്, വെബ് ബ്രൗസിങ് ചെയ്യുന്നവരാണ്. ഇപ്പം നമ്മൾ സെൻറ്റർ എന്ന് പറയുന്ന, നമ്മളിപ്പോൾ യൂസറിനെ ഒരു സെൻറ്ററാക്കി എടുക്കുന്നു, നമ്മൾ സംതിങ് നമുക്ക് നീഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെർച്ചിൽ ടൈപ്പ് ചെയ്യുന്നു. അപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമായിട്ടുള്ള റെസ്പോൺസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ആവശ്യമായ ഓഡിയോ, വീഡിയോ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതായത് വേണ്ട സാധനത്തിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. ഈ ഒരു സർവീസസ് നമുക്ക് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മെയിൻ എക്സാമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇപ്പം 2 യൂസേഴ്സിൻ്റെ ഇടയിൽ, ഒരു ഡിവൈസസിൻ്റെ ഇടയിൽ ഫയൽസിന് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ അതിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ്, അല്ലെങ്കിൽ റെഗുലേഷൻസ്, റൂൾസ് ഒക്കെ പറഞ്ഞിരുന്നതാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായ ഇൻഫർമേഷനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്നുള്ളതും ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ്. ഇനി നെക്സ്റ്റ് വണ്ണാണ് വെബ് സർവീസ്. വെബ് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, വെബ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നവരാണ്. അതിൽ നിന്ന് ആവശ്യമായ ഇൻഫർമേഷൻ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നവരാണ്.
അപ്പോൾ വെബ് സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുക, ത്രൂ വെബ്സൈറ്റ് വഴിയായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ ഈ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ്. ലാസ്റ്റ് വണ്ണാണ് വേൾഡ് വൈഡ് വെബ്. ഇപ്പോൾ നമ്മളൊരു ഗൂഗിളിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ സെർച്ചിൽ നോക്കുന്ന സമയത്ത് www. കണ്ടിട്ടുണ്ടല്ലേ. അപ്പം അതെന്താണ്? വേൾഡ് വൈഡ് വെബാണ്. അതായത് ഡോക്യുമെൻറ്റ്സിന് റിട്രീവ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യണം ത്രൂ വേൾഡ് വൈഡ് വെബ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അതിന് മെയിൻ എക്സാമ്പിളാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ നമുക്ക് ഏത് ജിയോഗ്രഫിക്കൽ ഏരിയയിൽ അല്ലെങ്കിൽ ഏത് പ്ലേസിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഇൻഫർമേഷന് സീക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഈ WW ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഓഡിയോ ആകാം, ടെക്സ്റ്റ് ആകാം, വിഷ്വൽസ് ആകാം, അതേപോലെ ഗ്രാഫിക്സ് ആകാം, പലതരത്തിലുള്ള ഇൻഫർമേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻഫർമേഷനെ റിട്രീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ സർവീസസിൻ്റെ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇത്തരത്തിലുള്ള 4 സർവീസസുകളാണ് നമുക്ക് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്: ഇൻഫർമേഷൻ റിട്രീവൽ, വെബ് സർവീസസ് ആൻഡ് വേൾഡ് വൈഡ് വെബ് സർവീസസ്. ഇനി നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മുടെ നെറ്റ്വർക്ക് ടോപ്പോളജി. നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഈ നെറ്റ്വർക്കിനും പല രീതിയിലുള്ള സ്ട്രക്ചർ ഉണ്ട്. അതായത് നമ്മൾ കമ്പ്യൂട്ടിംഗ് ഡിവൈസസുകൾ എൻഡ് സിസ്റ്റംസ് ഓർ ഹോസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ ട്രാൻസ്മിഷൻ, കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തുക. അപ്പം ഈ കമ്പ്യൂട്ടിംഗ് ഡിവൈസസുകളെ അല്ലെങ്കിൽ എൻറ്റിറ്റീസിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന രീതിയിലും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് അതിൻ്റെ ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു ടോപ്പോളജി എന്ന് പറയാം. അപ്പം പല രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് സർക്കുലർ ഫോമിൽ പല രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടിംഗ് ഡിവൈസസുകളെ അറേഞ്ച് ചെയ്ത് വെക്കാം. ആ അറേഞ്ച്മെൻറ്റിൻ്റെ ഫോമിൽ അല്ലെങ്കിൽ ആ ബേസിലായിരിക്കും നമുക്കവിടെ ഡാറ്റ ട്രാൻസ്മിഷനും അതിൻ്റെ ബാക്കി ആക്ടിവിറ്റീസും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ അല്ലെങ്കിൽ ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ദി എൻറ്റിറ്റീസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് ഡിവൈസസിനെയാണ് നമ്മൾ എന്താ പറയുക, നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുക. അപ്പോൾ ഫസ്റ്റ് വരുന്ന ടോപ്പോളജിയാണ് ബെസ്റ്റ് ടോപ്പോളജി. ബെസ്റ്റ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് അല്ലെങ്കിൽ നോഡ്സ് ഒരു കോമൺ ലിങ്ക് യൂസ് ചെയ്യും, ഒരു കോമൺ കണക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്ന അല്ലെങ്കിൽ കോമൺ ലിങ്കിനെ അറ്റാച്ച് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന നോഡ്സും കമ്പ്യൂട്ടേഴ്സും ആയിരിക്കും ബെസ്റ്റ് ടോപ്പോളജി. അതായത് ഈ ഇൻ്റർമീഡിയറ്റ് ലിങ്ക് അല്ലെങ്കിൽ കോമൺ കണക്റ്റിംഗ് ലിങ്കിനെ നമ്മൾ പറയുന്ന പേരാണ് ബാക്ക് ബോൺ ലിങ്ക്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ടോപ്പോളജിനെ നമ്മൾ എന്ത് പറയും, ബാക്ക് ബോൺ ലൈൻ ഓർ ബാക്ക് ബോൺ ടോപ്പോളജി എന്ന് നമ്മൾ പറയും. അതായത് ബെസ്റ്റ് ടോപ്പോളജിൻ്റെ വേറൊരു നെയിമാണ് ബാക്ക് ബോൺ ടെക്നോളജി. അതായത് ബാക്ക് ബോൺ ടോപ്പോളജി, ബാക്ക് ബോൺ മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ലൈൻ എന്ന് പറയുന്ന ആ ലൈൻ്റെ കോമൺ കണക്റ്റഡ് ലിങ്ക്, ആ ലൈനിൻ്റെ പേരാണ് ബാക്ക് ബോൺ ലിങ്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബെസ്റ്റ് ടോപ്പോളജിനെ പറയുന്ന പേരാണ് ബാക്ക് ബോൺ ടോപ്പോളജി. ഇനി ഈ ചാനൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ കോമൺ ലിങ്ക്, ആ സിംഗിൾ ലൈനിലൂടെ ഒരു സിംഗിൾ ഡയറക്ഷനിലായിരിക്കും ഇവിടെ എന്ത് ചെയ്യുക, ഡാറ്റ ഫ്ലോ നടക്കുന്നത്. ഇനി ഇതിൻ്റെ ബെസ്റ്റ് ടോപ്പോളജി നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ പിക്ചറിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒന്നിലധികം കമ്പ്യൂട്ടിംഗ് ഡിവൈസസുകൾ ഒരു കോമൺ ലിങ്കിൽ അല്ലെങ്കിൽ കോമൺ കമ്മ്യൂണിക്കേഷൻ ലൈനിൽ കണക്റ്റഡ് ആണ്. ആ കമ്മ്യൂണിക്കേഷൻ ലൈനിൽ അറ്റ് എ ടൈമിൽ ഒരൊറ്റ കമ്പ്യൂട്ടറിന് മാത്രം അല്ലെങ്കിൽ ഒരു ഡിവൈസസിന് മാത്രമാണ് എന്ത് ചെയ്യുക, ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡാറ്റേൻ്റെ ഫ്ലോ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഫ്ലോ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. ഇനി ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടറുകൾ അവിടെ ഒരു ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടി വരികയാണെങ്കിൽ അവിടെ എന്ത് നടക്കും, ഒരു കൊളീഷൻ നടക്കും. അതാണ് ബെസ്റ്റ് ടോപ്പോളജിയിൽ നടക്കുന്നത്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഇൻസ്റ്റാളേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ടോപ്പോളജി എന്ന് പറയുന്നത് വളരെ ചീപ്പർ ആയിരിക്കും, പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ബാക്ക് ബോൺ ലൈൻ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാമേജ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് എൻറ്റയർ ഹോൾ ടോപ്പോളജി എന്ന് പറയുന്ന അതിലുള്ള ആ കമ്മ്യൂണിക്കേഷനും ആ ഹോൾ ടോപ്പോളജിനെ എന്ത് ചെയ്യും, ഫെയിൽ ചെയ്യും. അതായത് എൻറ്റയർ ടോപ്പോളജി അവിടെ സ്റ്റോപ്പ് ആകും. പിന്നെ യാതൊരു തരത്തിലുള്ള ഡാറ്റ ട്രാൻസ്മിഷനോ കമ്മ്യൂണിക്കേഷനോ അവിടെ നടക്കത്തില്ല. പിന്നെ അതേപോലെ പറഞ്ഞു അറ്റ് എ ടൈമിൽ ഒരൊറ്റ കമ്പ്യൂട്ടറിന് മാത്രമാണ് അല്ലെങ്കിൽ ഒരു ഡിവൈസസിന് മാത്രം നമ്മുടെ ഡാറ്റ ട്രാൻസ്മിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ മോർ ദാൻ വൺ കമ്പ്യൂട്ടേഴ്സ് വന്നാൽ അവിടെ ഒരു എന്ത് നടക്കും, കൊളീഷൻ നടക്കും. ഓക്കെ.
ഇനി അതുപോലെ തന്നെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ കോമൺ ലിങ്കിലുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എല്ലാ കമ്പ്യൂട്ടേഴ്സിനും അവിടെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ള ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ ഈ കണക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു അൺസെക്യൂർ ആയിരിക്കും. അതായത് ഒരു ലിമിറ്റ് വെച്ചിട്ടല്ല കോമൺ ലിങ്കിൽ വരുന്ന എല്ലാ ഇൻഫർമേഷനും സോർട്ട് ഔട്ട് ചെയ്യാണ്ട് തന്നെ അവിടെ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിനും ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അത് എന്തെന്ന് പറയുക ഒരു സെക്യൂർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അൺസെക്യൂർ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ടോപ്പോളജിയാണ് സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രലൈസ്ഡ് ഹബ് അല്ലെങ്കിൽ ഒരു സ്വിച്ചർ റൗട്ടർ ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ട് ബാക്കി എല്ലാ കമ്പ്യൂട്ടിംഗ് ഡിവൈസസുകളും ആ ഒരു സെൻട്രലൈസ്ഡ് ഡിവൈസസിൽ കണക്റ്റഡ് ആയിട്ടിരിക്കും. ലൈക്ക് എ സ്റ്റാർ ഫോർമാറ്റ്. അതിനെയാണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയാം. എല്ലാ കമ്മ്യൂണിക്കേഷനും നടക്കുന്നത് ആ സെൻട്രൽ നോഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഇനി ഈ സെൻട്രലൈസ്ഡ് നോഡിനെ നമുക്ക് എന്താ പറയുക, ഒരു ഫോർവേഡിങ് ഡിവൈസസ് അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻറ്റ് ഫയർവാൾ അല്ലെങ്കിൽ ഫിൽട്ടറിങ് ഡിവൈസസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും ഈസി ആയിരിക്കും. അതേപോലെ തന്നെ വളരെ റോബസ്റ്റ് ആയിരിക്കും. അതായത് ഇപ്പം ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ ആയിരിക്കും. അതായത് ഇപ്പോൾ സെൻട്രൽ നോഡിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞാൽ എല്ലാ ഡിവൈസസിലും ഈ സെൻട്രൽ നോഡിനെ കണക്ട് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. അപ്പം ഈ സെൻട്രൽ നോഡ് അല്ലെങ്കിൽ ആ ഹബിന് എന്തെങ്കിലും ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് എൻറ്റയർ ആ ഒരു സിസ്റ്റത്തിന് അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടിംഗ് ഡിവൈസസിന് ആ ട്രാൻസ്മിഷനെ എൻറ്റയർലി അത് എഫക്റ്റ് ചെയ്യും. അവിടെ പിന്നെ ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കത്തില്ല. ഇനി ഈ പെർഫോമൻസ് ഈ ടോപ്പോളജിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഓരോ കമ്പ്യൂട്ടിംഗ് ഡിവൈസസിൻ്റെ പെർഫോമൻസ് ആ എൻറ്റയർ ടോപ്പോളജിൻ്റെ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എപ്പോഴും ആ സെൻട്രൽ നോഡിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഇപ്പോൾ സെൻട്രൽ നോഡിന് ഹയസ്റ്റ് പെർഫോമൻസ് ആണ്, വളരെ ഫാസ്റ്റായിട്ട് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ ടോപ്പോളജിയിൽ ഡാറ്റ ട്രാൻസ്മിഷൻ ഹൈ ആയിരിക്കും. ഇനി അത് ലോ ആണ്, ഇപ്പോൾ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഉണ്ട്, അത് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടുത്തെ ഡാറ്റ ട്രാൻസ്മിഷൻ സ്പീഡ് എന്ന് പറയുന്നത് മച്ച് ലോവർ ആയിട്ടായിരിക്കും നടക്കുക. അപ്പം എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ സെൻട്രൽ നോഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇനി മൂന്നാമത്തെ ടോപ്പോളജിയാണ് റിംഗ് ടോപ്പോളജി. അതായത് ഓരോ ഡിവൈസസും അല്ലെങ്കിൽ കമ്പ്യൂട്ടറും വേറെ രണ്ട് ഡിവൈസസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു റിംഗ് ടൈപ്പ് സ്ട്രക്ചർ ഫോം ചെയ്യും. അതായത് ഈച്ച് ഡിവൈസസ് ഓർ കമ്പ്യൂട്ടർ ഈസ് കണക്റ്റഡ് വിത്ത് 2 ഡിവൈസസ് ഫോമിങ് എ റിംഗ് ടൈപ്പ് സ്ട്രക്ചർ. അതിനെയാണ് നമ്മൾ റിംഗ് ടോപ്പോളജി എന്ന് പറയുക. ഓക്കെ, ഇനി ഇൻ ജനറൽ ഡാറ്റ എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിലായിരിക്കും റിങ്ങിൽ മൂവ് ചെയ്യുക. നമുക്ക് വേറൊരു കേബിളിനെ ഇൻസ്റ്റാൾ ചെയ്യൽ, ഒരു തേർഡ് പാർട്ടീനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വഴിയിട്ട് നമുക്ക് റിവേഴ്സ് ഡയറക്ഷനിലും എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡാറ്റ ഫ്ലോ നടക്കും. ഓക്കെ, അപ്പോൾ ഇതിലൊരു ടോക്കൺ മെസ്സേജിൻ്റെ ഹെൽപ്പോടെയാണ് നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഇപ്പം ഒരു നോഡിൽ ഒരു ഡാറ്റ ഉണ്ട്, അതിനെ വേറെ നോഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. വേറെ 2 നോഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു എന്തുണ്ടാവും, ഒരു ഡാറ്റ ടോക്കൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ടോക്കൺ മെസ്സേജ് കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ടോക്കൺ മെസ്സേജ് എന്ത് ചെയ്യും, ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യണമെങ്കിൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിൻ്റെ കൂടെ നെക്സ്റ്റ് നോഡിലേക്ക് ഈ ടോക്കൺ മെസ്സേജും കൂടെ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. എപ്പോഴാണ്, ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ഡാറ്റ ട്രാൻസ്മിഷൻ. ഒരു ഡാറ്റ ഒരു നോഡിലുണ്ട്, വേറെ നോഡിലേക്ക് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്ന സമയത്ത് അതിൻ്റെ ട്രാൻസ്മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ടോക്കൺ മെസ്സേജും കൂടെ നമ്മൾ പാസ് ചെയ്യും. അതായത് ഫോർവേഡ് ചെയ്യുക, ടോക്കൺ എന്ന് പറയുന്നത് നെക്സ്റ്റ് നോഡിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇനി ഒരു നോഡിൽ ഡാറ്റ ഒന്നുമില്ല എങ്കിലും എന്ത് ചെയ്യും, ഈ നെക്സ്റ്റ് നോഡിലേക്ക് ഈ ടോക്കൺ മെസ്സേജ് എന്ത് ചെയ്യും, പാസ് ചെയ്യും. അതായത് നെക്സ്റ്റ് നോഡിലേക്ക് അത് പ്ലേസ് ചെയ്തിരിക്കും. അതായത് ഇനി അതിൻ്റെ അഡ്വാൻറ്റേജ്, ഇപ്പോൾ നമ്മളൊരു ഫോർമാറ്റ് അവിടെ അതിനൊരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട് റിംഗ് ടോപ്പോളജീൻ്റെ. അതായത് 2 ഡിവൈസസുകളായിട്ട് എന്ത് ചെയ്യും, ഒരു കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ ഡാറ്റ ട്രാൻസ്മിഷൻ്റെ സമയത്ത് അതിൻ്റെ കംപ്ലീഷൻ്റെ സമയത്ത് ഒരു ടോക്കൺ മെസ്സേജും കൂടെ നമ്മൾ നെക്സ്റ്റ് നോഡിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡാറ്റ കൊളീഷൻ്റെ റേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ചാൻസസ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. അതായത് ഈ ട്രാൻസ്മിഷൻ നമ്മൾ നടക്കുന്നത് എന്താന്ന് പറഞ്ഞു, ടോക്കൺ മെസ്സേജിൻ്റെ ഹെൽപ്പോടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു കോമൺ ലിങ്കിനോ അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് നോഡിനോ ഹബിനോ ഒന്നും ബേസ് ചെയ്തിട്ടല്ല അവിടെ ട്രാൻസ്മിഷൻ നടക്കുക. അതുകൊണ്ട് തന്നെ ടോക്കൺ മെസ്സേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും എന്തായിരിക്കും, അതിൻ്റെ കൊളീഷൻ്റെ ചാൻസ് വളരെ മിനിമം ആയിരിക്കും. അതേപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ ചീപ്പായിരിക്കും. ഈ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതായത് റിംഗ് ടോപ്പോളജിൻ്റെ ഫോൾട്ട് ഡയഗ്നൈസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പം വളരെ പരസ്പരം 2 3 ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് എവിടെയാണ് അതിൻ്റെ ഇഷ്യൂ എന്ന് നമുക്ക് ചിലപ്പം മേ ബി കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതുപോലെ തന്നെ
ഇപ്പം ഒരു ന്യൂ ഡിവൈസസിനെ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ഡിവൈസസിനെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് റിംഗ് ടോപ്പോളജിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് അതിൻ്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് നെറ്റ്വർക്കിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന വലിയ ടോപ്പോളജിയാണ് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. മെഷ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഓരോ ഡിവൈസസും നോഡ്സ് എന്ന് പറയുന്നത് പരസ്പരം എല്ലാ ഡിവൈസസും നോഡ്സുമായിട്ടും കണക്റ്റഡ് ആയിരിക്കും. അതായത് എല്ലാ ഡിവൈസസും പരസ്പരം ഇന്റർലിങ്ക്ഡ് ആയിരിക്കും. ഇതിനെയാണ് മെഷ് ടോപ്പോളജി എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് റിലയബിൾ ആൻഡ് ഫോൾട്ട് ടോളറൻറ്റ് നെറ്റ്വർക്ക് ടോപ്പോളജി. ഇപ്പം മെയിനായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ഡാറ്റ ട്രാൻസ്മിഷനൊക്കെ ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ടോപ്പോളജി. അപ്പം അതായത് പ്രസൻറ്റ് സിനാറിയോയിൽ നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് മെഷ് ടോപ്പോളജി തന്നെയായിരിക്കും. അപ്പം അതിൻ്റെ യൂസ് ചെയ്യുന്ന കേബിൾസ് അല്ലെങ്കിൽ അത് പരസ്പരം ഇൻ്റർ കണക്ട് ചെയ്യുന്ന ലിങ്ക്സ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന നോട്ട്സ് അല്ലെങ്കിൽ ഡിവൈസസിൻ്റെ ഡബിൾ ആയിട്ടായിരിക്കും. അതായത് ഒരു ഫോർമാറ്റ് ഉണ്ട്, റിക്വയർസ് n×n-1/2 നമ്പർ ഓഫ് കേബിൾസ് അതിന് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് ആ ഡയഗ്രാം കണ്ടാൽ അല്ലെങ്കിൽ ഒരു ഇമേജ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും ആ ഡിവൈസസുകളും ആ കേബിൾസിൻ്റെ കണക്ഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി ഈ മെഷ് ടോപ്പോളജിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റോബസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഡയഗ്നോസിസ് ഫോൾട്ട്, അതായത് ഫോൾട്ട് ഇപ്പം എന്തെങ്കിലും ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് നമുക്ക് പറ്റും. അതായത് ഇനി ഇൻ്റർമീഡിയറ്റ് നോഡിൻ്റെ ഹെൽപ്പ് ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റയെ നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ പറ്റും. അതുപോലെ തന്നെ ഡാറ്റ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എപ്പോഴും സെക്യൂർ ആയിരിക്കും. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഇൻസ്റ്റാളേഷൻ, മെഷ് ടോപ്പോളജിൻ്റെ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് മച്ച് കോസ്റ്റ് ആയിരിക്കും. മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കത്തില്ല, കാരണം പരസ്പരം കണക്ട് ചെയ്തിരിക്കും. അതേപോലെ കേബിൾസ് അതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. കുറേ നമ്പർ ഓഫ് ഡിവൈസസ് നോട്ട്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് പബ്ലിക് നെറ്റ്വർക്ക്, പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്താണെന്ന് പറഞ്ഞു, ഇൻ്റർനെറ്റ് സർവീസസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ നെറ്റ്വർക്കിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ടോപ്പിക്കിൽ അല്ലെങ്കിൽ പാർട്ട് 2 നമുക്ക് ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.